ഓട്സ് കിച്ചണിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് ഞാൻ കുട്ടികൾക്കെല്ലാം വളരെ ഇഷ്ടപ്പെടുന്ന ഒരു ബനാന ഓട്സ് എഗ് പാൻകേക്ക് ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇത് വളരെ എളുപ്പത്തിൽ നമുക്ക് തയ്യാറാക്കിയെടുക്കാം. അതേസമയം നല്ല ഹെൽത്തി ആയിട്ടുള്ള റെസിപ്പിയാണ്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ തന്നെ എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിലും ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ തൊട്ടടുത്തൊരു ബെല്ലൈക്കൺ ഉണ്ടാവും, അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യുക. പിന്നെ കമൻറ്റ് ചെയ്യുക, നിങ്ങളുടെ ഫാമിലി ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും കൂടി ചെയ്യാം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അതിന് ആദ്യം തന്നെ ഞാൻ കുറച്ച് ഓട്സ് എടുത്തിട്ടുണ്ട്. 1 കപ്പ് ഓട്സ് ആണ് എടുത്തിട്ടുള്ളത്. പിന്നെ 2 ബനാന, റോബസ്റ്റോ പഴമാണ് ഇവിടെ എടുത്തിട്ടുള്ളത്. പിന്നെ 2 മുട്ട, പിന്നെ വാനില എസൻസ് 1 ടീസ്പൂൺ വേണം, ബേക്കിംഗ് പൗഡറും 1 ടീസ്പൂൺ വേണം. അപ്പോൾ ഞാൻ ആദ്യം തന്നെ ഈ പഴം ഒന്ന് നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഫോർക്ക് കൊണ്ടൊന്നില്ലെങ്കിൽ ഉടച്ചെടുക്കാം, അല്ലെങ്കിൽ മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് അരച്ചെടുക്കുകയും വേണമെങ്കിൽ ചെയ്യാം. ഞാനിപ്പോൾ ഇവിടെ ഫോർക്കാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ദാ ഇതുപോലെ നന്നായിട്ടൊന്ന് മാഷ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ചെറിയ ചെറിയ കട്ടകൾ പോലെ ഉണ്ടാവും, അത് കുഴപ്പമില്ല. അപ്പോൾ അത് ഞാനവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഓട്സ് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം. അപ്പോൾ ഓട്സ് നല്ല പൊടിയായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മൾ ഉടച്ചു വെച്ചിട്ടുള്ള പഴത്തിലേക്ക് 2 മുട്ട ഒന്ന് പൊട്ടിച്ചൊഴിക്കാം. മുട്ട നന്നായിട്ട് അതിലൊന്ന്, ബീറ്റർ ഉണ്ടെങ്കിൽ അതിലൊന്ന് വെച്ചിട്ട് ബീറ്റ് ചെയ്തെടുക്കാം, അല്ലെങ്കിൽ ഫോർക്ക് കൊണ്ട് തന്നെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം നമുക്ക് പൊടിച്ചു വെച്ചിട്ടുള്ള ഓട്സ് ചേർത്ത് കൊടുക്കാം. പിന്നെ ഞാൻ 1 ടീസ്പൂൺ വാനില എസൻസ് ചേർത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് നമ്മൾ കറുകപ്പട്ട പൊടിച്ചതാണ്, സിനമൺ പൗഡർ, അത് 1 ടീസ്പൂൺ ചേർക്കാം. അതില്ലാത്തവർ അത് ചേർക്കണമെന്നില്ല. പിന്നെ ആവശ്യത്തിന് ഉപ്പ്, 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, അത്രയും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ മധുരം കുറച്ചുകൂടി വേണമെന്നുള്ളവർക്ക് 1 ടേബിൾ സ്പൂൺ പഞ്ചസാര വേണമെങ്കിൽ ചേർക്കാം കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ പഞ്ചസാര ചേർത്തിട്ടില്ല. അതിന് പകരം ഞാൻ ഏറ്റവും അവസാനം ഇതിലേക്ക് ഡേറ്റ് സിറപ്പാണ് ചേർക്കുന്നത്. അപ്പോൾ നമ്മുടെ ബാറ്റർ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോ പാൻകേക്കായിട്ട് ചുട്ടെടുക്കാം. അതിനുവേണ്ടി ഒരു പാൻ വെച്ചിട്ട് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇവിടെ ഞാൻ സൺഫ്ലവർ ഓയിലാണ് യൂസ് ചെയ്തേക്കുന്നത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നെയ്യ് ഉപയോഗിക്കാം, അതുപോലെ തന്നെ ബട്ടർ ചേർത്ത് കൊടുക്കാം. ഇനി ഓരോ പാൻകേക്കായിട്ട് ഇതുപോലെ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ചെറിയൊരു കട്ടിയിൽ തന്നെ ഇത് ഇരിക്കണം. ഈ ഒരു വലുപ്പത്തിൽ നമുക്കൊന്ന് ചുട്ടെടുക്കാം. 1 മിനിറ്റിനകം ഒരു വശം ഒന്ന് റെഡിയായി കിട്ടും. പഴം ആയതുകൊണ്ട് ഇത് പെട്ടെന്ന് റെഡി ആയിട്ടുണ്ടാവും. അതുകൊണ്ട് തീ വളരെ കുറച്ച് വേണം വെക്കാനായിട്ട്. അത് പ്രത്യേകം നോട്ട് ചെയ്യേണ്ട കാര്യമാണ്. പഴം ആയതുകൊണ്ട് ചിലപ്പോൾ ഇത് പെട്ടെന്ന് കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ 2 വശവും ഇതുപോലെ ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ദാ ഒരു പാൻകേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അതുപോലെ ഓരോന്നും ചുട്ടെടുക്കാം. അപ്പോൾ ദാ ഇവിടെ എല്ലാ പാൻകേക്കുകളും റെഡിയായി കഴിഞ്ഞു. ഇനി അതിൻ്റെ മേത്തേക്ക് വേണമെന്നുണ്ടെങ്കിൽ 2 പഴത്തിൻ്റെ പീസൊക്കെ ഒന്ന് കട്ട് ചെയ്ത് വെക്കാം. കുട്ടികൾക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ നമുക്കത് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഇതിലേക്ക് ഡേറ്റ് സിറപ്പാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഹണി യൂസ് ചെയ്യാം, അതല്ലാന്നുണ്ടെങ്കിൽ ശർക്കര ഉരുക്കി ഒഴിച്ചതായാലും ഒഴിച്ചു കൊടുക്കാം. എല്ലാം വളരെ ഹെൽത്തി ആയിട്ടുള്ള സാധനങ്ങളാണ്. അപ്പോൾ എല്ലാവർക്കും ഈ റെസിപ്പി ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായാൽ വീഡിയോ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും ഈ വീഡിയോ ഒന്ന് നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കായിട്ടൊന്ന് ഷെയർ ചെയ്യാനും മറന്നു പോകരുത്. നമുക്ക് വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് കണ്ടുമുട്ടാം.
താങ്ക് യു.